Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടീസ് പ്രോഗ്രാം ആണ്. ഒരു നമ്പറിനകത്തു നിന്ന് എങ്ങനെയാണ് അതിന്റെ ഡിജിറ്റിന്റെ എണ്ണം എടുക്കുന്നതെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. ക്രിയേറ്റ്. ഇനി അതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഇൻപുട്ടായിട്ടൊരു നമ്പർ കൊടുക്കുമ്പോൾ അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 1 2 3 4 5 6. ഇതിപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 4 6. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 6 എന്ന് കിട്ടണം. അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ്, ഇൻപുട്ടായിട്ടൊരു നമ്പർ വേണം അല്ലേ. അപ്പം ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ തമിഴിൽ പറഞ്ഞ നമ്പർ തന്നെ കൊടുക്കാം. 1 2 3 4 5 6 എന്നുള്ളൊരു നമ്പർ കൊടുക്കുകയാണ്. ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഓരോ ഡിജിറ്റിനായിട്ട് എടുക്കണം. എന്നിട്ട് ഇപ്പം നമ്മൾ സാധാരണ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ കാണണം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എണ്ണുക, ഇപ്പോൾ ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ എങ്ങനെ വേണേൽ എണ്ണിക്കോട്ടെ. നമ്മളപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് കാണുമ്പോൾ ആദ്യത്തെ ഡിജിറ്റിനെ എടുക്കും. എന്നിട്ട് നമ്മൾ എണ്ണും 1 പിന്നെ 2 അല്ലേ. നമ്മളപ്പം മനസ്സിൽ ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളത് പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഏതെങ്കിലും ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് ഓരോ ഡിജിറ്റിനെ നമ്മൾ എടുക്കുമ്പോഴും ആ വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വേരിയബിളിനെ കൊടുക്കുകയാണ്. ഇൻഡ് കൗണ്ട് ഈക്വൽ ടു 0. അത് എൻ്റെ വേരിയബിൾ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ ഓരോ നമ്പറിനെ എന്ത് ചെയ്യണം, എടുക്കണം. എന്നിട്ട് ഈ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എങ്ങനെയാണ് നമ്മൾ ഓരോ നമ്പറിനെ എടുക്കുക? ഇപ്പം ഈ കാണുന്ന നമ്പറിൽ നിന്ന് നമുക്കിപ്പോൾ അപ്പം നമ്മൾ സപ്പോസ് ബാക്കിൽ നിന്നാണ് എണ്ണുന്നതെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് 6 പോയിട്ട് ബാക്കി നമ്പറിനെ എടുക്കണം. അതായത് ലാസ്റ്റ് ഡിജിറ്റിനെ കളയണം. അപ്പം എന്താണ്, കൗണ്ടർ ഇവിടെ 1 ഇൻക്രിമെന്റ് ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റിനെ മാറ്റി നമ്മൾ ബാക്കിൽ നിന്ന് ഇപ്പോൾ എണ്ണുകയാണ്. ലാസ്റ്റ് ഡിജിറ്റിനെ മാറ്റി. അപ്പം എന്താണ്, ഇവിടെ കൗണ്ടർ 1 ഇൻക്രിമെന്റ് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റിനെ കളയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ സിസ് ഔട്ടിനകത്തിട്ട് ഒരു നമ്പർ ബൈ 10 കൊടുക്കുക. ഇപ്പം ഈ n എന്നുള്ള നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് പോകും. മനസ്സിലായോ? 1 2 3 4 5 എന്നാവും. ഇപ്പം ഞാനിത് റൺ ചെയ്ത് കാണിക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ 1 2 3 4 5 എന്നായി. ഇനി ഞാൻ ഈ 1 2 3 4 5-നെയാണ് കൊടുത്തെങ്കിലോ, ഇനി അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് വരും. ഇതാ കണ്ടോ, ഇതിങ്ങനെ പോകും. അപ്പം നമുക്ക് ഈ നമ്പർ ഓഫ് ഡിജിറ്റിനെ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ലാസ്റ്റ് ഡിജിറ്റ് അങ്ങ് പൊക്കോളും. എന്നിട്ട് നമ്മൾ കൗണ്ട് 1 ഇൻക്രിമെന്റ് ചെയ്യുക. അതാണ് ഇതിന്റെ ലോജിക്ക്. അതായത് ഓരോ തവണ ഇത് ചെയ്യുമ്പോഴും ഓരോ ഡിജിറ്റ് പോവും. കൗണ്ടർ നമ്മൾ 1 ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പം ഇത്രയും വലിയ നമ്പറിനെ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്യണം അല്ലേ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ കമന്റ് ചെയ്യാണ്. ഇനി നമുക്കിത് ലൂപ്പ് ചെയ്യാം. വൈൽ എന്താണ് കണ്ടീഷൻ, n ഗ്രേറ്റർ ദാൻ 0. നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ n ഈക്വൽ ടു n ബൈ 10 എന്ന് കൊടുക്കാം അല്ലേ. അപ്പം എന്താണ്, ഈ എന്നിനകത്ത് ആ ബൈ 10 ചെയ്യുമ്പോൾ ബാലൻസ് അല്ല, ലാസ്റ്റ് ഡിജിറ്റ് പോയിട്ട് ബാലൻസ് ഡിജിറ്റ് സേവ് ആവും. ഞാൻ മുമ്പേ കാണിച്ചല്ലോ. എന്നിട്ട് വീണ്ടും ഇത് ലൂപ്പ് ചെയ്യുമ്പോൾ, ഇപ്പൊ ആദ്യം ഇത് ലൂപ്പ് ചെയ്യുമ്പോൾ 1 2 3 4 വരും. വീണ്ടും ലൂപ്പ് ചെയ്യുമ്പോൾ 1 2 3 വരും. അപ്പൊ ഇത് ആദ്യം ലൂപ്പ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് പോയി. അപ്പൊ ഇതെന്താണ്, നമ്മൾ ബൈ 10 ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതായത് ലാസ്റ്റ് ഡിജിറ്റ് പോയി, അപ്പൊ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ലൂപ്പിന്റെ വെളിയിൽ വന്നിട്ട് ഈ കൗണ്ട് വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി. സിസ് ഔട്ട് number of digits. Count. ഓക്കെ, നമുക്ക് നോക്കാം. ദാ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 5 അല്ലേ. ഇനി ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വേറൊരു നമ്പർ കൊടുക്കാമെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഡിജിറ്റ്സ് 8 2 4 6 8. ഇനി ഇതിപ്പോൾ ഇവിടെ മാറ്റി കൊടുക്കാതെ നമുക്ക് യൂസറുടെ ഒരു ഇൻപുട്ടായിട്ട് മേടിക്കാം. അപ്പം അതിനെന്താ ചെയ്യുക, this out, enter a number. ഇനി നമ്മൾ സ്കാനർ ക്ലാസ് വെച്ചിട്ട്
അതിനെ വാങ്ങണം. സ്കാനർ സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ system.in. ഇനി എന്താ ചെയ്യേണ്ടത്? int n ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇന്റ് എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കണ്ട. അപ്പം ഇത് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്യാം. എൻ്റർ എ നമ്പർ 234, നമ്പർ ഓഫ് ഡിജിറ്റ്സ് 3. ഇനി 21111, നമ്പർ ഓഫ് ഡിജിറ്റ്സ് 5. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമുക്കൊരു നമ്പർ ഓഫ് ഡിജിറ്റ് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്നത് ബൈ 10 ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടികിട്ടി കാണില്ല. നമ്മൾ ഈ ബൈ 10 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് അത് പോകും. മനസ്സിലായോ? അപ്പം നമ്മൾ ലാസ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ കൗണ്ടർ വേരിയബിൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് ഒരെണ്ണം പോകുമ്പോൾ ഇവിടെ ഒന്ന് കൂട്ടുക, പിന്നെ അടുത്തത് പോകുമ്പോൾ ഇവിടെ അടുത്തത് കൂട്ടുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.